അപ്പോൾ നമുക്കൊരു മാത്സിലെ ഒരു പ്രോബ്ലം നോക്കാം. അഡീഷണൽ അക്കൗണ്ടിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇതൊരു വർക്കിംഗ് ഇതായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ പ്രോഡക്റ്റ് ഈസ് സോൾഡ് അറ്റ് 3 സക്സസീവ് ഡിസ്കൗണ്ട് ഓഫ് 10%, 20% ആൻഡ് 30%, വാട്ട് ഈസ് ദ ഓവറോൾ ഡിസ്കൗണ്ട്? അപ്പോൾ ഇതാണ് ചോദ്യം. അപ്പോൾ ഇതൊരു എഫക്റ്റീവ് ഡിസ്കൗണ്ടിൻ്റെ ഒരു പ്രോബ്ലമാണ്. പക്ഷേ ഇവിടെ 3 ഡിസ്കൗണ്ട് റേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ സെയിം ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. എഫക്റ്റീവ് ഡിസ്കൗണ്ടിൻ്റെ ഫോർമുല A+B മൈനസ് A ഇൻറ്റു B ബൈ 100. അപ്പോൾ ആദ്യം രണ്ട് ഡിസ്കൗണ്ടിൻ്റെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്ന സംഖ്യ വെച്ച് അടുത്ത ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് സിമ്പിൾ ഒരു പ്രോബ്ലമാണ്. ഈ ഒരു ഫോർമുല മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് 10%, 20% വെച്ച് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ 10 + 20 മൈനസ് 10 ഇൻറ്റു 20, അപ്പോൾ 200 ബൈ 100. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ നേരത്ത് 30 മൈനസ് 2, അപ്പോൾ 28% ഫസ്റ്റത്തെ ഡിസ്കൗണ്ട് കിട്ടി. ഇനി അടുത്ത പെർസെൻറ്റേജ് ഇടാം. 28 + 30 മൈനസ് 28 ഇൻറ്റു 30 ബൈ 100. അപ്പോൾ ഇത് ചെയ്യാൻ നേരത്ത് നമുക്ക് 58 മൈനസ് 28 3 28 ഇൻറ്റു 3 84. അപ്പോൾ 84, അപ്പോൾ ഇവിടെ 0 ഉണ്ട്, അപ്പോൾ 8.4. അപ്പോൾ ഇതിൻ്റെ ആൻസർ 58 മൈനസ് 8.4. 58 മൈനസ് 8.4 ആണ് ആൻസർ. 49.6 ആണ് ഓവറോൾ ഡിസ്കൗണ്ടിൻ്റെ പെർസെൻറ്റേജ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടത്. ഇപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഇപ്പോൾ ഓർമ്മ കിട്ടിയില്ലെങ്കിൽ സിമ്പിളായിട്ട് കമ്പ്യൂട്ട് ചെയ്യാം. 10, 20, 30% ഈസി ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മളിപ്പോൾ 100 എടുക്കുക, കോസ്റ്റ് 100 ആയിട്ട് എടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ഫസ്റ്റ് 10% ഡിസ്കൗണ്ട്, അപ്പോൾ 90 രൂപ. എന്നിട്ട് അടുത്തത് 20% ഡിസ്കൗണ്ട് കൊടുക്കുക. അപ്പോൾ 90ൻ്റെ 20% എന്ന് പറയുമ്പോൾ 18 രൂപ. അപ്പോൾ 90ൽ നിന്ന് 18 രൂപ കുറക്കുക. 90 മൈനസ് 18, അപ്പോൾ 72. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 30% ഡിസ്കൗണ്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ സക്സസീവ് ഡിസ്കൗണ്ട്. അപ്പോൾ 72ൻ്റെ 30% എന്ന് പറയുമ്പോൾ 21.6. അപ്പോൾ 72 മൈനസ് 21.6, അപ്പോൾ നമുക്ക് 50.4 നെറ്റ് കിട്ടും. അപ്പോൾ ടോട്ടൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള ഫിഗർ 50.4 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്കൗണ്ട് കണ്ടെത്താൻ വേണ്ടി നമ്മൾ നേരത്തെ 100 ആയിരുന്നു, അതിൽ നിന്ന് 50.4 മൈനസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് 49.6 കിട്ടി. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ആൻസർ കണ്ടെത്താം. ആ ഇക്വേഷൻ ഓർമ്മ വന്നില്ലെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് ആൻസർ കണ്ടെത്താം. ഇപ്പോൾ 100ന് പകരമാണെങ്കിൽ 10 എടുത്ത് ചെയ്താലും മതി. അപ്പോൾ ഇതുപോലത്തെ ഡിസ്കൗണ്ട് വർക്കൗട്ട് ചെയ്യാം. ഈ 10%-ന് പകരം 5%, അങ്ങനെ ഇത് മാറ്റി ഇട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി സ്പീഡിൽ ആൻസർ കണ്ടെത്താൻ പറ്റും.